ഒരുവിധം എല്ലാ മാച്ചും രാജസ്ഥാൻ കളി ജയിക്കുന്നുണ്ട്. ഇതുവരെ ആകെ കൂടി ഒരു മാച്ച് മാത്രമേ രാജസ്ഥാൻ തോറ്റിട്ടുള്ളൂ. എന്താണ് രാജസ്ഥാന്റെ വിജയരഹസ്യം? രോഹിത്, ധോണി തുടങ്ങി ഒരുപാട് സീനിയർ താരങ്ങൾ അവിടെയുണ്ട്. അവരുടെ ടീം പോലും ഇങ്ങനെ കളി ജയിക്കുന്നില്ല. എന്തുകൊണ്ട് രാജസ്ഥാൻ മാത്രം ജയിക്കുന്നു? ഓരോ മാച്ചിലും ഓരോ താരങ്ങളാണ് ഫോം ആവുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഹിറ്റ്മെയറാണ് രാജസ്ഥാന് വിജയം സമ്മാനിച്ചത്. ഇപ്പോഴിതാ ബട്ട്ലറാണ് രാജസ്ഥാന് വിജയം നേടിത്തന്നത്. രാജസ്ഥാൻ കളി എങ്ങനെ ജയിക്കുന്നു? ആ വലിയ രഹസ്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാജസ്ഥാൻ കോച്ച് സംഗക്കാര. ഇന്ന് കളി കഴിഞ്ഞ് കോച്ച് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സംഘക്കാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രാജസ്ഥാൻ ടീം ഇപ്പോൾ ജയിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ. അത് ക്യാപ്റ്റൻ സഞ്ജു ആണ്. സഞ്ജു കളിക്കളത്തിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അവന് ഫോമാകാൻ സാധിച്ചില്ല. എങ്കിലും വിജയത്തിൽ ക്രെഡിറ്റ് സഞ്ജുവിനുള്ളതാണ്. സഞ്ജു ഓരോ താരങ്ങളെയും പിടിച്ചിരുത്തി നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ബട്ട്ലർ ആദ്യത്തെ കളികളിൽ ഫോം ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സഞ്ജു ബട്ട്ലറുമായിട്ട് സംസാരിച്ചു. അവൻ്റെ വീക്ക് പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ബട്ട്ലറെ ഫോമിലേക്ക് എത്തിച്ചത് സഞ്ജു ആണ്. രാജസ്ഥാൻ ടീം തുടരെ ജയിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സഞ്ജു തന്നെയാണ്. സഞ്ജു അല്ലാതെ വേറൊരു ക്യാപ്റ്റൻ ആയാലും രാജസ്ഥാൻ ടീം ഇങ്ങനെ ജയിക്കില്ല. ഇന്നത്തെ മാച്ച് തന്നെ അതിന് ഉദാഹരണമാണ്. തോറ്റുപോയ മത്സരമാണ് രാജസ്ഥാൻ കളി ജയിച്ചത്. വിജയത്തിൽ ഞാൻ ക്രെഡിറ്റ് കൊടുക്കുന്നത് ബട്ട്ലർക്കാണ്. അവൻ്റെ പോരാട്ട വീര്യം ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഇങ്ങനെയായിരിക്കണം ഒരു താരം കളിക്കേണ്ടത്. അവൻ്റെ കൂടെ സപ്പോർട്ടിന് ആരുമുണ്ടായിരുന്നില്ല. അവൻ ഒറ്റയ്ക്കാണ് ടീമിനെ ജയിപ്പിച്ചത്. സഞ്ജു എന്നോട് ഇപ്രാവശ്യം പറഞ്ഞത് രാജസ്ഥാൻ ടീമിന് വേണ്ടി കപ്പ് നേടിക്കൊടുക്കുമെന്നാണ്. സഞ്ജുവിൻ്റെ ആ ആത്മവിശ്വാസമാണ് കളിക്കളത്തിൽ നമ്മൾ കാണുന്നത്. എന്തായാലും രാജസ്ഥാൻ ഇപ്രാവശ്യം കപ്പടിച്ച് തിരിച്ചു വരുമെന്ന് സംഘക്കാര വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ ആവേശത്തിലാണ്. അതുപോലത്തെ മത്സരമാണ് ഇന്ന് നടന്നത്. കൊൽക്കത്ത ശരിക്കും നാണം കെട്ടു. ഇത്രയും അധികം ടാർഗറ്റ് നേടിയിട്ടും അവർക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. ജോസേട്ടൻ കൊൽക്കത്ത ടീമിനെ കൊന്നുകളഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.